നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവ്യ തന്റെ ഫ്രണ്ടിനെ കാണുന്നുണ്ട്. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് നവ്യയുടെ ഫ്രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒടുവില് അതെന്താണെന്നും പറയുന്നില്ല കേട്ടോ. ഒടുവില് നവ്യ പറഞ്ഞു, ശരി നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് വരുന്നേ. നവ്യയെ കണ്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദൻ ആ മോളെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടങ്ങ് ചെല്ലുവാണ്. മോളോ? ആരുടെ മോള്? നിങ്ങളുടെ മോളാണോ ഞാനെന്ന് ചോദിച്ചു. അത് കേട്ടോണ്ടാണ് നന്ദും കനകയും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക. നിങ്ങളുടെ മോളാണോന്ന് എനിക്ക് സംശയമുണ്ട്. കനക ചോദിച്ചു, എന്താണ് നിനക്കൊരു സംശയം? അല്ല എന്റെ അമ്മ തന്നെ എന്നെ പ്രസവിച്ചാണോന്ന്, അതോ ഇനിയിപ്പം എവിടുന്നേലും വല്ല ദത്തെടുത്താണോന്ന്? ആദ്യത്തെ കുട്ടിയല്ലേ, കുട്ടികൾ ഉണ്ടാവാതിരുന്നിട്ട് അങ്ങനെ എന്തേലും? എനിക്ക് ആ കാര്യത്തിൽ ഇപ്പൊ നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. നന്ദി ചോദിച്ചു, എന്തൊക്കെയാ ചേച്ചി പറയണെന്ന് ചോദിച്ചു. എന്താ നിനക്ക് അറിയത്തില്ലല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ രണ്ടാമത്തെ മോള് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ദേഷ്യം നിങ്ങൾ തീർക്കുമല്ലേ ചെയ്തേ. അതുകൊണ്ടല്ലേ എന്റെ അബിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചത്. അപ്പോഴേക്കും കനക പറഞ്ഞു, എടി ഇങ്ങനൊന്നും പറയരുത്, ഞാൻ നിന്നോട് ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കള്ളത്തരം പറഞ്ഞിട്ടില്ല പോലും, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അബി ജ്വല്ലറിക്ക് ജോലിക്ക് പോകാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മയ്ക്കൊന്നും സഹിച്ചില്ല. അതിന് പകരമായിട്ട് പ്രതികാരം വീട്ടാനായിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ എന്റെ അബിയും തമ്മിൽ അകറ്റണം. അത് പലവട്ടം നോക്കിയിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തേ ശരിയല്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കന പറഞ്ഞു, നീ എന്തൊക്കെയാന്ന് അബി പറയണമെന്ന് ചോദിച്ചു. എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനിന്ന് കുഞ്ഞു കൊച്ചൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോള് നയനയുണ്ടല്ലോ, അവൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. അവളുമായിട്ട് ഞാൻ ഒരിക്കലും ഒരു കോംപ്രമൈസിന് പോകത്തുമില്ല. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ചേച്ചി വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതേടി, കാര്യം അറിയാതെ സംസാരിക്കുന്ന പോലും നീ മിണ്ടരുത്. നീ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ അബിയെ കൊണ്ടുപോയി ജയിലിലിട്ട് ഇടിച്ചോളല്ലേ നീ. എന്നിട്ടോ അന്ന് ആ സമയത്ത് ഈ വീട്ടിലുള്ള ആരെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നോ? ഇല്ല. എല്ലാരും ഈ പറയുന്ന നന്ദുവിന്റെ നയനോടൊപ്പം അല്ലേ നിന്നേന്നൊക്കെ ചോദിച്ചു. ഗോവിന്ദൻ പറഞ്ഞു, അത് അവളുടെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടല്ലേ. തെറ്റ് എന്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. നിങ്ങളൊന്നും ഇനി കൂടുതലൊന്നും പറയണ്ട. ഇനി മോളാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ ആരും അങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഇതും കൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ആദർശം നയനയും കൂടെ ടൗണിൽ പോയിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങണം. അപ്പോഴേക്കുമാണ് നവ്യ വിളിക്കണേ. അവിടെ ഒന്ന് നിന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന ആദർശം കൂടെ നിന്നു. ഈ സമയത്ത് നവ്യ നയനയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛനെ അമ്മയും അനുജത്തിയൊക്കെ കണ്ടിട്ടാ ഞാൻ വരുന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നയന് പറഞ്ഞു, അതെ ചേച്ചിയുടെ കൂടെ വീടാ, ചേച്ചിക്കും അവകാശപ്പെട്ട വീടാ, എന്റെ മാത്രം വീടും അച്ഛനും അമ്മയും അല്ലെന്ന് പറഞ്ഞു. എടി അങ്ങനൊന്നും അല്ല, അവരെന്റെ ആരുമല്ല. അവർക്ക് 2 മക്കളേ ഉള്ളൂ. ഒന്ന് നീയും പിന്നെ ആ പോലീസുകാരി അവളുണ്ടല്ലോ നന്ദു, ഇവർ 2 പേരും മാത്രം ഉള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ നയന് പറഞ്ഞു, ചേച്ചിക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. എന്താ പറ്റിയെന്ന് അറിയത്തില്ലല്ലേ? എനിക്കെല്ലാം വ്യക്തമായിട്ട് അറിയാടി. നിന്റെ ഭർത്താവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അബിയുടെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അബി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, ഓ ഇപ്പോഴൊരു സമാധാനവേദ. എന്താണെങ്കിലും നീ അത് വിശ്വസിച്ചില്ലല്ലോ. ഇത്ര സമയം ഞങ്ങൾക്ക് എന്തേലും ഒരു ടെൻഷനായിരുന്നു, ഇനി നീ എന്തേലും കടുങ്കൈ ചെയ്യുമോന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യിച്ചു, ഞാൻ എന്തിനാ കടുങ്കൈ ചെയ്യുന്നേ? അപ്പോഴേക്കും നയന് പറഞ്ഞു, ചേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ ആ കാര്യത്തിൽ പേടി വേണ്ട നയനെ. കണ്ടില്ലേ, ഇവളൊന്നും വിശ്വസിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, ചന്തുമോളുടെ അച്ഛൻ നിങ്ങളല്ലേന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതങ്ങനെ തന്നെ മതി. ചന്തുമോളുടെ അച്ഛൻ ഞാൻ തന്നെയാണ്. അമ്മ ഇവളെന്ന് പറഞ്ഞു. അമ്മ ഇവളൊന്നും അല്ല. അത് നിങ്ങൾ ഇവളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയും വേണ്ട. അമ്മയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ആ അനഘയെന്ന് പറയുന്ന പെണ്ണല്ലേ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, നബിയെ നിന്റെ തലയിലേക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അബി ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുക. ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു കാലത്ത് നീ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ചറിയുക. ഇത് കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇത്ര സമയം ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച് ഓർത്തിട്ട്. ഇപ്പൊ ആ ടെൻഷൻ അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്തൊന്നും ഈ നവ്യ വീണ് പോകത്തില്ല. എന്നെ എന്റെ അഭിയം തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൂർത്തി ജ്വല്ലറിയില് നിങ്ങളുടെയൊക്കെ ഒരു അനുജൻ കയറിയിട്ടുണ്ടല്ലോ അനി, അവൻ ഈ തവണ 8 നില പൊട്ടും.
MD സ്ഥാനത്ത് കയറിയിട്ട് ഉറപ്പാ AN ജ്വല്ലറിക്കാർ ഈ വിഷുവിന് അങ്ങോട്ട് കത്തിക്കയറും. ആ സമയത്ത് മൂർത്തി ജ്വല്ലറിക്കാർ ഒന്നും അല്ലാതായി പോവും, തകർന്ന് തരിപ്പണായി പോകുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ചേച്ചിക്ക് ഇത്തിരിയെങ്കിലും നാണമുണ്ടോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനായിട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അബിയെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന സമയത്ത് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, അവനൊരു കുറുക്കനും ചതിയനുമാണ്. അത് ചേച്ചി ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി നന്നായിട്ട് കരയേണ്ടി വരും കുറച്ച് കഴിയുമ്പം. ആ സമയത്ത് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ ദർശനം കുട്ടി നയനെ അങ്ങോട്ട് പോയി. അത് കേട്ട് കഴിഞ്ഞപ്പം നവ്യക്ക് എവിടെയോ ശരിക്കും ഒന്ന് കൊണ്ടു. നവ്യയുടെ മനസ്സിൽ ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതേ സമയത്ത് ഭയങ്കര ടെൻഷനിലാണ് ദേവയാനിയും മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ജയനും ഒക്കെ. അവർ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പം നവ്യയുടെ കാര്യത്തില് അവള് പുറത്തേക്ക് പോയിട്ടാണ് തിരിച്ചു വരുന്നിടം വരെ ആദ്യമാണല്ലോ എന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, അതേ അച്ഛാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുത്തശ്ശൻ പറഞ്ഞു, അവളുടെ മനസ്സിലുള്ള ആ ഒരു ടെൻഷൻ നമുക്ക് മാറ്റിയെടുക്കണം, അതാ ചെയ്യേണ്ടത്. ഇനിയിപ്പം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതേ സമയത്താണ് നവ്യയുടെ വരവ്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയതാ നവ്യെന്ന് ചോദിച്ചു. ഞാൻ കടുങ്കൈ ചെയ്യാനൊന്നും പോയതല്ല, ഞാനേ നയനയുടെ നന്ദുവിന്റെ വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞു. വീട്ടിലേക്കോ? അത് നിന്റെ വീടും കൂടെ അല്ലേന്ന് ദേവേനെ ചോദിച്ചു. എന്റെ വീടോ? ഒരിക്കലുമല്ല, എന്നെ അവര് ദത്തെടുത്താന്ന് തോന്നേ. എന്റെ വീടാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോദിച്ചു. മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ലല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു വിചാരം കാണുമായിരിക്കും ഞാൻ എന്തേലും കടുങ്കൈ ചെയ്യുമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എന്റെ അബിയെ കുറ്റക്കാരനാക്കാനായിട്ടാ എല്ലാരും നോക്കിയത്. പക്ഷെ സത്യങ്ങളൊക്കെ വൈകിയാണ് ഞാൻ തിരിച്ചറിഞ്ഞു. 2-3-4 ദിവസമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന ടെൻഷൻ എന്താന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവത്തില്ല. ആദർശിനെ വെള്ള പൂശാനായിട്ടാ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ചെയ്ത ക്രൂരത എന്റെ അബിയുടെ തലയിലേക്ക് കെട്ടി വെച്ചു. പിന്നെ അത് മാത്രമല്ല, എന്റെ അബിയെയും കുഞ്ഞിനെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോ പുതിയ അടവും അഭ്യാസമായിട്ട് വന്നിരിക്കുക. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, നീ എന്തൊക്കെയാ നവ്യെ പറയണേ? എന്താ എങ്ങനെ നീ വിളിച്ചു പറയണെന്ന് ആരുടെ മുന്നിൽ വെച്ചാൽ നിനക്ക് അറിയാവോ? എനിക്കറിയാം. എനിക്ക് മൂർത്തി മുത്തശ്ശനോട് ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ പറയുന്ന ആദർശിനെ നയനെയൊക്കെ ഇവിടുന്ന് പുറത്താക്കിയില്ലേ? ആദർശ് ഒരു തെറ്റ് ചെയ്യുന്ന അറിഞ്ഞപ്പോ പുറത്താക്കി. അതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേങ്കില് എന്റെ അബി ഒരു തെറ്റും ചെയ്യാതെ അബി ഇപ്പൊ ഈ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഞങ്ങളെ 2 പേരെയും കൂടെ തെറ്റിക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുന്ന ദേവയാനി പറഞ്ഞു, നവ്യെ നീ ഇല്ലാ കഥ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇല്ലാ കഥയൊന്നുമല്ല, ഉള്ള കഥ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മുത്തശ്ശന്റെ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചുമോൻ ഉണ്ടല്ലോ, ആദർശനെ നയനെയും കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവരോടും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിയങ്ങ് തെറ്റിക്കാനായിട്ട് ഞങ്ങളുടെ പിന്നാലെ വരില്ലെന്ന്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളില്ല. വൈകിയാണെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. നിങ്ങളോടൊന്നും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല. ഇനിയിപ്പം നിങ്ങളൊക്കെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ ജീവിതത്തിൽ നിങ്ങൾ ആരും ഇടപെടാനും വന്നേക്കരുത്. അങ്ങനെയൊക്കെ കുറെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നവ്യ അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്ത് ദേവേന് പറഞ്ഞു, എന്നാലും അവൾ എന്തൊക്കെയാ വിളിച്ചു പറയണം ജയാട്ടാന്ന് ചോദിച്ചു. ജയൻ പറഞ്ഞു, അതും എനിക്ക് മനസ്സിലാകട്ടെ. മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പൊ അതിനെക്കുറിച്ചും ചിന്തിക്കാൻ പോണ്ട. ഇനിയിപ്പൊ അവൾ എന്തേലും കടുകൈ ചെയ്യുമോ എന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നല്ലോ എല്ലാരും. അപ്പൊ അത് മാറി കിട്ടിയില്ലോ, സാരമില്ല. ഇപ്പൊ അവളുടെ മനസ്സിൽ എന്താ ഉള്ളേ? അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് പതയെ കിട്ടും. അത് അറിയേണ്ട സമയത്ത് നമ്മൾ അറിയും. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ, മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായി പോവാൻ പോവാന്ന്. അവളുടെ മനസ്സ് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് ഇതിനൊടുവിൽ കിട്ടുമെന്ന് പറഞ്ഞു. മുത്തശ്ശനൊരു സമാധാനം ഉണ്ടായിരുന്നു. നവ്യൊന്നും ചെയ്തില്ലല്ലോ, ഇനിയിപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. നവ്യയുടെ മനസ്സിൽ ആ ചിന്തകൾ മാറിയില്ലോ എന്നൊരു സന്തോഷവും മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നവ്യ മുറിയിലേക്ക് കയറി വരുവാണ്. വന്നിട്ട് അബിന്ന് വിളിക്കുക. അബി ഒരു ഞെട്ടലോടുകൂടി നവ്യെ നോക്കുവാണ്. എന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു. ദൈവമേ, ഇവൾ എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ല. എടാ, നിനക്ക് അടുത്ത ദിവസം AN ജ്വല്ലറി പോയി ജോയിൻ ചെയ്യണ്ടേ? നിനക്കുള്ള പുതിയ ഡ്രസ്സാന്നും പറഞ്ഞുകൊണ്ട് ഒരു കവറും കൂടെ നീട്ടുവാണ്. അബിക്ക് അത് വാങ്ങണോ വേണ്ടെന്ന് അറിയില്ല. ഒടുവിൽ അബി അത് വാങ്ങി. ഇതിനകത്ത് വലിയ ബോംബെങ്ങാനും ആണോ ഭഗവാനെ? പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടാണോ ഇവൾ എന്ത് ഭാവിച്ചാ വന്നിരിക്കുന്നത്? ഭയങ്കര പ്രകടനങ്ങളാണല്ലോ എന്നൊക്കെ അബി മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ ചോദിച്ചു, നീ എന്താടാ ഇങ്ങനെ അന്തം വിട്ടാനെ നോക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. അത് പിന്നെ നവ്യെ, നീ ഇവിടുന്ന് പോയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രിയിലാണെങ്കിൽ നീ ഒട്ടും ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പെട്ടെന്ന് നിനക്ക് ഈ മാറ്റം വന്നുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതോ, എന്റെ മനസ്സിൽ കുറച്ച് കരടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാ കരടില്ല എന്ന് പറഞ്ഞു. ഇല്ലെന്നോ? നീ എന്തൊക്കെയാ പറയണേ? അത് ഞാൻ നിന്നെയും നിന്റെ അമ്മയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ പിഴയാ. ഞാൻ സംഭവിച്ചു വന്നിരിക്കുന്നു.
കാരണം ഈ പറയുന്ന ആദർശനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും പലതും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പിന്നീടാ മനസ്സിലായത്. പക്ഷെ നീ തല്ലിപ്പൊളിയും തരികിടയായിരുന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. കല്യാണത്തിന് മുമ്പ് നീ അങ്ങനെയായിരുന്നു. കല്യാണത്തിന് ശേഷം പിന്നെ കുഞ്ഞുണ്ടായതിനു ശേഷമാണ് നിനക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പൊ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ ഒരു പെണ്ണും ഒരാണിനെ സ്നേഹിച്ചിട്ടില്ലെന്ന്. കാരണം അത്രയ്ക്ക് സ്നേഹമാ നിന്നോട് എനിക്ക് അറിയാവോ. അപ്പൊ നീ ചതിച്ചെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ആകെപ്പാടെ വിഷമിച്ചു പോയി. ഇപ്പോഴെനിക്ക് ആ വിഷമമില്ല. ഇപ്പോഴെനിക്ക് സമാധാനമായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി വല്ലാത്തൊരു ഞെട്ടലോടുകൂടി നബിയെ നോക്കുവാണ്. ഇവള് പറയുന്നൊക്കെ സത്യമാണോ? പിന്നീട് അബി ചോദിച്ചു, അല്ല നീ പറയണൊക്കെ സത്യമാണോ നബിയെ? എനിക്ക് നിന്നെ വിശ്വസിക്കാവോന്ന് ചോദിച്ചു. അതെന്താടാ വിശ്വസിക്കാൻ പറ്റില്ലാത്ത? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഇപ്പൊ 100% വിശ്വാസമാണ്. എനിക്ക് ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. അമ്മായിയും ബാക്കിയുള്ളവരും പറയുന്ന ജോലിയൊക്കെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന്, ഒരു അടിമയെ പോലെ. ആ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ആ സംശയമൊന്നും ഉണ്ടാകത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നിന്നോടൊപ്പം എന്തിനും ഇതിനും ഞാനുണ്ട്. ഇനി നമ്മളെ തമ്മിൽ പിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അബിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആ അബിക്ക് സന്തോഷമായി. കുറുക്കനല്ലേ അവന്. അങ്ങനെ ഇവള് തന്റെ വലയിൽ വീണിരിക്കുന്നു എന്നൊരു ചിന്ത. ഇനി തനിക്ക് ഒന്നും പേടിക്കണ്ട എന്നൊരു ചിന്ത. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവള് വിശ്വസിക്കാനും പോകുന്നില്ല. അങ്ങനെ അബി സന്തോഷത്തോടെ ചിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.